ഇന്നലെ മുണ്ടക്കയിൽ സമാനതകളില്ലാത്തൊരു രക്ഷാദൗത്യം നമ്മൾ കണ്ടു. ഒരുപാട് പേരെ സുരക്ഷിതരായി മറുകരയിലേക്ക് എത്തിക്കുന്ന കാഴ്ച. ഇന്ന് അവിടെ വീണ്ടും തെരച്ചിൽ നടക്കാൻ പോവുകയാണ്. മണ്ണിനടിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പുറത്തേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി അവിടെ തെരച്ചിൽ പുനരാരംഭിക്കാൻ പോകുന്നു. മരണസംഖ്യ 135 എന്നുള്ള നിലയിലേക്കാണ് ഏറ്റവും ഒടുവിൽ കണക്കുകൾ പുറത്തുവരുന്നത്. സമീപ പ്രദേശമായ ചൂരൽമല ഒലിച്ചുപോയിട്ടുണ്ട്. നിരവധി ആളുകളെ കാണാതായിട്ടുണ്ട്. ഒട്ടേറെ പേരെ പരിക്കേറ്റ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും എന്നാണ് റിപ്പോർട്ടുകൾ. ഇന്നലെ ഉണ്ടായ ദുരന്തത്തിന്റെ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. തലേന്ന് പെയ്ത കനത്ത മഴ ഇങ്ങനെ ഭാവം മാറുമെന്ന് കരുതിയില്ല. മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും ജനങ്ങൾ നല്ല ഉറക്കത്തിലായിരുന്നു. മുണ്ടക്കയിൽ ആദ്യം ഉരുൾപൊട്ടിയത് പുലർച്ചെ 2 മണിക്ക്. ഞെട്ടൽ മാറും മുൻപേ 4:10 രണ്ടാമതും ഉരുൾപൊട്ടി. മുണ്ടക്കൈ തകർന്നടിഞ്ഞു. അട്ടമല ഒറ്റപ്പെട്ടു. 2.5 കിലോമീറ്റർ അകലെയുള്ള ചൂരൽമല അങ്ങാടിയെയും നിമിഷനേരം കൊണ്ട് മലവെള്ളം കൊണ്ടുപോയി. ഒരു ഭയങ്കര എരമ്പലോടുകൂടി ഭയങ്കര ശബ്ദം ഉണ്ടാവുന്നുണ്ടായിരുന്നു. ആ ശബ്ദം വരുന്ന സമയത്ത് ഞാൻ പുറത്തിറങ്ങി നോക്കുമ്പോൾ ആ ശബ്ദം കൂടിക്കൂടി വരികയും എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വെള്ളം ഇരച്ചു കയറി വരികയും ചെയ്തിരുന്നു. ഈ സമയത്ത് ഞാനും എൻ്റെ കുടുംബവും അവിടെ നിന്ന് ഒരു വഴിയിലൂടെ കയറി ഒരു ഉയരമുള്ള കുന്നിന്റെ മുകളിലേക്ക് കയറി. നേരം വെളുത്തപ്പോൾ കണ്ടത് രണ്ടായി ഒഴുകുന്ന ഇരുവഞ്ഞിപ്പുഴ. പല കെട്ടിടങ്ങളുടെയും അടിത്തറ മാത്രമാണ് ബാക്കിയായത്. വെള്ളാർമല സ്കൂൾ തകർന്നു. ചൂരൽമല മുണ്ടക്കൈ പാതയിൽ പാലം തകർന്നതിനാൽ രക്ഷാപ്രവർത്തകർക്ക് ദുരന്തഭൂമിയിലെത്താൻ കഴിയാതെയായി. കനത്ത മഴ പ്രതിസന്ധിയുടെ ആഴം കൂട്ടി. അപകടം നടന്ന് 3 മണിക്കൂറിനുള്ളിൽ കിലോമീറ്ററുകൾ അകലെ മലപ്പുറം നിലമ്പൂർ പോത്തുകല്ല് ഭാഗത്തേക്ക് ചാലിയാർ പുഴയിലൂടെ മൃതദേഹങ്ങൾ ഒഴുകിയെത്തി. 40ഓളം മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളുമാണ് നിലമ്പൂരിൽ ചാലിയാറിൽ നിന്ന് കണ്ടെടുത്തത്. ചൂരൽമലയിൽ നിന്ന് മൃതദേഹങ്ങൾ മേപ്പാടി വിംസിലേക്കും CHCയിലേക്കും മാറ്റി. മരിച്ചവരുടെ കൂട്ടത്തിൽ പ്രിയപ്പെട്ടവരുണ്ടോ എന്നറിയാൻ ആശുപത്രികളിൽ ആശങ്കയോടെ അലയുന്നവരുടെ കാഴ്ച നാടിന്റെ ഉള്ളുലച്ചു. ജനിച്ചു വളർന്ന നാടും വീടും മണ്ണടിഞ്ഞതിന്റെ വേദനയിൽ കുറെ മനുഷ്യർ. നേരം വെളുത്തിട്ട് പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് ആ കാഴ്ച ഞങ്ങൾ കാണുന്നത്. ഞങ്ങളെ നാടേ അല്ല അതങ്ങനെയായിട്ട് ഞങ്ങളെ കൂടെ ഉള്ളവരെല്ലാം പോയി. മോളെ 2 മക്കള് പോയി, അവള് മാത്രം രക്ഷപ്പെട്ടിട്ടുണ്ട്. അവരും ഉണ്ട് ഇവിടെ വിംസില്. അയക്കാൻ വയ്യ ഞങ്ങൾക്ക്. വെള്ളം വരുന്നുണ്ട് തോന്നുന്നു പറയലും ഞാൻ അടുക്കള വാതിൽ തുറക്കലും അടുക്കളേൻ്റെ കട്ടിലും വാതിലും മൊത്തത്തിൽ അങ്ങോട്ട് വന്നു എന്നല്ല, പിന്നെ വീട് മൊത്തം 4 സൈഡിലും വെള്ളമായി. 50ഓളം മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു. 18 മൃതദേഹങ്ങൾ കൈമാറി. പോസ്റ്റ്മോർട്ടം വേഗത്തിലാക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. 80ഓളം പേരാണ് വിംസിൽ മാത്രം ചികിത്സയിലുള്ളത്. നിരവധി ആളുകളെ ഇനിയും കണ്ടെത്താനുമുണ്ട്. ന്യൂസ് ഡെസ്ക് 24.